ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഞാനും അനുഭവം കൂടി തലവൻ സിനിമ കാണാൻ വേണ്ടി വന്നേക്കണേണ്. ടിക്കറ്റ് ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് എടുത്തേട്ടാ. ഇതും സ്ക്രീൻ മണിൽ തന്നെ. ഇന്നത്തെ രണ്ട് സിനിമ എല്ലാം ഞാൻ സ്ക്രീൻ മണിലാണ് കണ്ടത്. എല്ലാത്തിൻ്റെ അഭിപ്രായത്തിൻ്റെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. സിനിമ കണ്ട് വീട്ടിലെത്തി. നമ്മുടെ ധ്യാൻ ശ്രീനിവാസനും നിവിൻ പോളിക്കും എന്താണോ വിനീത് ശ്രീനിവാസൻ, അതേ അവസ്ഥയാണ് നമ്മുടെ ആസിഫ് അലിക്ക് ജിസ് ജോയ്. ഈ സിനിമ ജിസ് ജോയ് ആണ് സംവിധാനം ചെയ്തതെന്നുള്ളത് എനിക്കൊരു അത്ഭുതമായിരുന്നു. പൊതുവെ ഫീൽ ഗുഡ് പടങ്ങളാണ് പുള്ളി എപ്പോഴും എടുക്കാറുള്ളത്. അതൊന്ന് മാറ്റി പിടിച്ചായിരുന്നു ചെറിയ രീതിയിൽ. ഇതിന് തൊട്ട് മുന്നേ പുള്ളി ഡയറക്റ്റ് ചെയ്ത പടത്തിൽ ഇന്നലെ വരെ എന്നുള്ള OTT ചിത്രത്തിൽ ഇതിൽ പുള്ളി ഗിയർ മൊത്തത്തിൽ റിവേഴ്സിലേക്ക് ഇട്ട് വേറെ ഗിയറിലേക്ക് മറ്റേ പുള്ളി സാധനോടെ അടിപൊളി. അന്വേഷിപ്പിൻ കണ്ടെത്തിൻ എന്നുള്ള സിനിമ, അതിനുശേഷം ഞാനിപ്പോൾ കണ്ട ഒരു കിടിലൻ കുറ്റാന്വേഷണ സിനിമ. ആസിഫ് അലി ഓൾറെഡി പോലീസ് റോള് ചെയ്യാൻ കിടിലാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കുറ്റവും ശിക്ഷയും എന്നുള്ള സിനിമ എനിക്ക് പേഴ്സണലി വളരെയധികം വർക്കായിട്ടുള്ള ഒരു സിനിമയാണ്. അതിനുശേഷം കൂമൻ വന്നപ്പോഴും ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ആ റോള്, പോലീസ് റോള് ആസിഫ് അലി വൃത്തിക്ക് ചെയ്യും. പിന്നെ എന്തൊക്കെയോ കാരണത്താൽ ആസിഫ് അലി റോഷാക്കിന് ശേഷം എടുത്തിട്ടുള്ള സിനിമകളൊന്നും എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ വർക്കായിട്ടില്ല, ബോധ്യപ്പെട്ടിട്ടില്ല. ഇപ്പൊ റോള് കിട്ടിയത്, പെർഫോം ചെയ്യാൻ പാകത്തിലുള്ള ഒരു കിടിലൻ റോള് കിട്ടിയതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിന് ജിസ് ജോയ് വേണ്ടി വന്നു. ഈവൻ നിയമപരമായിട്ടുള്ള മുന്നറിയിപ്പ്, സ്മോക്കിംഗ് ഇസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത് എന്നൊക്കെ വന്ന് പറയുന്നത് ജിസ് ജോയ്. പക്ഷെ എൻ്റെ മനസ്സിൽ അല്ലു അർജുൻ വന്ന് പറയുന്ന അവസ്ഥയാണ്. കാരണം എൻ്റെ മനസ്സിൽ അല്ലു അർജുൻ്റെ വോയിസ് ജിസ് ജോയുടെ വോയിസ് രജിസ്റ്റേർഡ് ആണ്. അപ്പൊ ഈ സിനിമക്ക് അല്ലു അർജുൻ വോയിസ് കൊടുത്ത് തുടങ്ങിയ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. അതങ്ങനെയാണ്. എനിക്ക് എൻ്റെ മനസ്സിൽ ജിസ് ജോയുടെ വോയിസ് എന്ന് പറഞ്ഞാൽ അല്ലു അർജുൻ്റെ മുഖമാണ്. എനിവേസ്, ഇതിൽ എടുത്തു പറയേണ്ട കുറച്ച് പേരുകൾ. ബിജു മേനോൻ, അണ്ടർ റേറ്റഡ്, അണ്ടർ യൂസ്ഡ് ആയിട്ടുള്ള ഒരു നടൻ. ഈ നടന് പെർഫോം ചെയ്യാനുള്ള സാധനം കൊടുത്താൽ പുള്ളി വേറെ ലെവലിൽ വിളയാടിക്കളയും. അയ്യപ്പനും കോശിയിലും കണ്ടിട്ടുണ്ട്, ഒരുപാട് സിനിമയിൽ കണ്ടിട്ടുണ്ട്, ഗരുഡനിൽ നിങ്ങൾ കണ്ടായിരുന്നു. വീണ്ടും പുള്ളിക്ക് കിട്ടിയത് പുള്ളി അഴിഞ്ഞാടി സൂപ്പറായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അനുശ്രീ ചെറിയ റോള്, പക്ഷെ വളരെ കൺവിൻസിങ് റോള്. ദിലീഷ് പോത്തൻ കിടിലമായിട്ടുണ്ട്. എടുത്തു പറയേണ്ട വേറൊരു പേര് കോട്ടയം നസീർക്ക, അടിപൊളി. പുള്ളി പോലീസ് റോളിൽ എന്താണെന്നറിയില്ല, ഒരു രക്ഷയില്ല. ഇതിനു മുന്നേ വേല എന്നുള്ള സിനിമ കണ്ടപ്പോൾ അതിനകത്ത് പുള്ളിയുടെ റോള്, പോലീസ് റോള് കിടുവായിരുന്നു. വേലയിലാണെന്നുണ്ട്. അത് ഏത് പടാന്ന് പറഞ്ഞത്? വേല തന്നെയാണ്. എന്തോ സംഭവം അടിപൊളിയായിരുന്നു, കിടിലൻ റോളായിരുന്നു. ഒന്നുകൂടി ഞാൻ ചെക്ക് ചെയ്തോട്ടെ, വേല തന്നെയാണ് ആ സിനിമ എന്നുള്ളത്. വേല തന്നെയായിരുന്നോ എന്ന് എനിക്കൊരു ഡൗട്ട്. അന്വേഷിപ്പിക്കത്തില്ലായിരുന്നു, വേലയിലല്ല. അടിപൊളി റോളായിരുന്നു. പുള്ളി പോലീസുകാരായിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ജാഫർ ഇടുക്കി കുറച്ചേ ഉള്ളു, പക്ഷേ സൂപ്പർ. ഇവരൊക്കെ എനിക്ക് തോന്നുന്നത് ഈ പഴക്കം ചെന്ന ആക്ടേഴ്സ് ആയതുകൊണ്ട് ഇവർക്ക് പണി അറിയാടേ. അതുകൊണ്ട് സാധനം കിട്ടിക്കഴിയുമ്പോൾ, കിട്ടേണ്ട സാധനം, അവർക്ക് പറ്റിയ സാധനം കിട്ടിക്കഴിയുമ്പോൾ ഇവർ അങ്ങോട്ട് പൂണ്ട് വിളയാടും. പടം കിടിലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ കുറേ നാൾക്ക് ശേഷം ദീപക് ദേവ് മ്യൂസിക് ചെയ്തിരിക്കുന്നു. അതും അടിപൊളി സ്കോർ. ഈ സിനിമക്ക് അനുയോജ്യമായ സ്കോർ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സ്കോറിങ് ഒക്കെ. പിന്നെ സിനിമാറ്റോഗ്രാഫി ബൈ ശരൺ വേലായുധൻ. സൂപ്പർ. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഈ സിനിമ. മ്യൂസിക്കായിരുന്നു ഈ സിനിമയുടെ വലിയൊരു ഹൈലൈറ്റ്. അത് ഭയങ്കര കറക്റ്റായിട്ട് ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഇടേണ്ട അടുത്ത് ഇടുകയും മെല്ലോ ഡൗൺ ചെയ്യേണ്ട അടുത്ത് മെല്ലോ ഡൗൺ ഒക്കെ ചെയ്ത് സൂപ്പറായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദീപക് ദേവ് ഡിസേർവ്സ് ആൻ അപ്ലോസ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റൈല് ഒരു സ്ലോ ബേണർ രീതിയിൽ തുടങ്ങി സെക്കൻഡ് ഹാഫിൽ മറ്റേ ടെർബോ ഓണാക്കിയ സീനായിരുന്നു. ഭയങ്കര ഒരു വല്ലാത്ത ഗ്രാഫാ പടത്തിൻ്റെ. ഇങ്ങനെ വന്നിട്ട് പറഞ്ഞൊരു പോക്കാണ് സാധനം. അടിപൊളിയായിട്ട് ആണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അതും അതിൻ്റെ ഡയറക്ഷൻ ഞാൻ വീണ്ടും പറയുന്നതാണ്. ഐ കുഡന്റ് ബിലീവ് ഈ സിനിമ വാസ് ഡയറക്റ്റഡ് ബൈ ജിസ് ജോയ് എന്നുള്ള. കാരണം ജിസ് ജോയുടെ ഞാൻ മനസ്സിൽ കണ്ടേക്കുന്ന സൺഡേ ഹോളിഡേ പോലത്തെ ഒരു ഫീൽ ഗുഡ് സാധനം എപ്പോഴും ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ഡയറക്ടർ, അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാൻ എപ്പോഴും ജിസ് ജോയിനെ എൻ്റെ മനസ്സിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതൊരുമാതിരി അന്വേഷിപ്പിൻ കണ്ടെത്തിനൊക്കെ പോലത്തെ ഒരു കിടിലൻ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ.
അതും കട്ട സസ്പെൻസുമാണ്. ഐ ഡോണ്ട് തിങ്ക് നിങ്ങൾ ഗസ് ചെയ്യാൻ പറ്റും ഇതിലെ ആ ഒരു കില്ലർ ആരാന്നുള്ളത്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മിഥുൻ മാനുവൽ തോമസിന്റെ ടൈപ്പ് സ്ക്രിപ്റ്റ് പോലത്തെ ഒരു സാധനം. ഇതിന്റെ സ്ക്രിപ്റ്റ് ആരാ എഴുതിയിരിക്കണം അത് നോക്കട്ടെ. റിട്ടേൺ ബൈ ആനന്ദ് തേവക്കാട്ട്, ശരത് പെരുമ്പാവൂർ. ഒരു ഐഡിയ ഇല്ല, ക്ഷമിക്കുക. നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു, അടിപൊളിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നല്ല കൺവിൻസിങ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു. എനിക്ക് പേഴ്സണലി ഈ സിനിമ ഭയങ്കരമായിട്ട് വർക്കായി. എൻ്റെ അഭിപ്രായത്തിൽ ആരും നിരാശപ്പെടുന്നു എന്നുള്ള ഈ സിനിമ കണ്ടിട്ട്. കാരണം ഇറ്റ് ഈസ് വർത്ത് ദ വാച്ച് ഇൻ തിയേറ്റർ. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് അർഹിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഇത്. ഇതിൻ്റെ ആ ഒരു ടെൻഷൻ ബിൽഡപ്പ് ചെയ്തിരിക്കുന്നതും ഇതിലേക്കുള്ള ഒരു പോക്കും, മിക്ക ആൾക്കാരും വിചാരിച്ചത് ഒരു അയ്യപ്പൻ കോശി പോലെ ഒരു 2 ആൾക്കാരുടെ കോൺഫ്ലിക്റ്റ് പടമായിരിക്കുന്നതാണ്. അതല്ല, അത് ജസ്റ്റ് ഒരു ചെറിയ സാധനം. ഇതിലെ വലിയ സാധനം ഒരു സീരീസ് ഓഫ് കില്ലിങ്സ് തന്നെയാണ്. അത് ചെയ്തു വെച്ചിരിക്കുന്ന അടിപൊളി നല്ല ഇത്. എന്നാൽ ഇതൊരു അങ്ങനെ ഓവർ ദ ടോപ്പ് സൈക്കോ ത്രില്ലർ അങ്ങനത്തെ രീതിയിലും അല്ല. ഇപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായ വേറൊരു സിനിമ ഉണ്ട്, ജോൺ ലൂതർ. അത് അധികം തിയേറ്ററിൽ അധികം ഒരു വിജയം കണ്ടെത്താതെ പോയൊരു സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് വർക്കായ ഒരു സിനിമയായിരുന്നു ജോൺ ലൂതർ. അപ്പൊ അത്രയും ഡാർക്കല്ല, എന്നാൽ പോലും നല്ല രീതിയിൽ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ. ജോൺ ലൂതർ കിടിലനായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടായിരുന്നു. അപ്പൊ ഇതിൽ അഭിനയിച്ച ഓരോരുത്തരും നമ്മുടെ ജോജിയിലുള്ള മച്ചാൻ, നമ്മുടെ ശങ്കർ രാമകൃഷ്ണൻ, എല്ലാവരും എവ്രിബഡി വാസ് വെരി കൺവിൻസിങ്. പേഴ്സണലി ഐ ലവ് ദ മൂവി. ഇതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ ഇതുപോലെ ഞാൻ വേറെ പറയേണ്ട നല്ല സിനിമയാണ്, നല്ല സിനിമ. എനിക്ക് ആകെ ഒരു സങ്കടം തോന്നിയത് ഈ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും, യൂഷ്വലി ഏത് പടം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴും കുറേ പേര് മൈക്കൊക്കെ ആയിട്ട് വന്ന് നിൽപ്പുണ്ടാവും. കുറേ കാച്ചർ സിനിമക്കൊക്കെ ആൾക്കാർ വന്ന് ഒപ്പീനിയനൊക്കെ എടുത്തിട്ട് പോകും. ഈ സിനിമയുടെ ഒപ്പീനിയൻ എടുക്കാൻ അധികം ആളുണ്ടായില്ല. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ ഒപ്പീനിയനൊക്കെയാണ് വന്ന് എടുക്കേണ്ടത്. ഇത് എത്ര പേര് ഇതിൻ്റെ ഒപ്പീനിയൻ എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് അങ്ങനെ അറിയില്ല. കാരണം ഞാനെപ്പോഴും സിനിമ കണ്ടതിന് ശേഷം മാത്രമേ ഒപ്പീനിയൻ വീഡിയോസ് കാണാറുള്ളൂ. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. എന്തായാലും ദിസ് ഡിസേർവ്സ് ഓൾ ദ അപ്ലോസ് ഇൻ മൈ ഒപ്പീനിയൻ. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യ പടം, കിടിലം പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അടിപൊളി. നല്ല സിനിമ. തിയേറ്ററിൽ പോയി കണ്ട ഒരിക്കലും ഡിസപ്പോയിന്റ് ആവില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നൊരു സിനിമ. അടിപൊളിയാണ്. എന്തായാലും ഇതിനൊരു സീക്വലും കൂടി ഉണ്ട്. ഇത് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന രീതിയും ഒക്കെ അടിപൊളിയാണ്. ഒരു സീക്വലിനുള്ള വകയുണ്ട്. ഡെഫിനറ്റ്ലി സീക്വൽ ഉണ്ടാവും എന്ന് തോന്നുന്നു. കാരണം ഈ സിനിമ സക്സസ് ആയാൽ തീർച്ചയായിട്ടും അവർ സീക്വൽ എടുക്കണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. കാരണം ദിസ് വാസ് വെൽ ഡൺ, വെൽ മെയ്ഡ്. അപ്പോൾ ഇറ്റ് ഡിസേർവ്സ് എ സീക്വൽ. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. അടിപൊളിയായിരുന്നല്ലേ, സൂപ്പർ. എനിക്ക് ഇഷ്ടപ്പെട്ടു, പേഴ്സണലി വളരെയധികം വർക്കായി. ഇത്ര ഉള്ളു. എന്തായാലും നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ അഭിപ്രായം രേഖപ്പെടുത്തുക. ഗരുഡനൊക്കെ പോലെ, ഗരുഡൻ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായ ഒരു സിനിമയായിരുന്നു. ഇത്ര ഉള്ളു. ബൈ.